മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ദുരൂഹതകൾ ഏറുന്നു. കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി അനിൽകുമാർ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹം മാറ്റിയോ എന്ന് സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട 21 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിനിടെ ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ മാന്നാർ പോലീസും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന 21 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 3 പ്രതികളെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എങ്ങനെ കൊലപാതകം നടത്തിയെന്ന കാര്യത്തിൽ പ്രതികൾ നൽകുന്ന മൊഴികളിൽ ഇപ്പോഴും വൈരുദ്ധ്യമുണ്ട്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ആറ്റിൽ ഉപേക്ഷിക്കാനാണ് ആദ്യം പദ്ധതിയിട്ടതെന്ന് ഒരാൾ മൊഴി നൽകി. സാഹചര്യം അനുകൂലമല്ലാതിരുന്നതിനാൽ തീരുമാനം മാറ്റി. അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് മൃതദേഹം മറവു ചെയ്തതെന്ന് 4-ാം പ്രതി പ്രമോദ് മാത്രമാണ് മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി അനിൽകുമാർ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയോ എന്ന് പോലീസിന് സംശയമുണ്ട്. മൃതദേഹം ഭാഗങ്ങളാക്കി മറ്റെവിടെങ്കിലും മറവു ചെയ്തോ എന്നും സംശയിക്കുന്നുണ്ട്. കലയെ എങ്ങനെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം എവിടെ മറവു ചെയ്തുവെന്നും അറിയാവുന്നയാൾ അനിൽകുമാർ മാത്രമാണ്. മേസ്തിരി പണിക്കാരനായ അനിൽകുമാറിന് മൃതദേഹം വിദഗ്ധമായി മറവു ചെയ്യാൻ സാധിക്കുമെന്നും പോലീസ് കരുതുന്നു. നിലവിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ കോടതിക്ക് കൈമാറി. ഇത് പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കും. നിഷ ദിലീപ്, ജനം, ആലപ്പുഴ.